അച്ഛൻ തിരുമേനി ഇന്ന് നല്ല തിരക്കിലാണ്. നാളെ തൊട്ടേ വൈശാഖ മാസാചരണം തുടങ്ങല്ലേ. അപ്പോൾ പിന്നെ തിരക്കില്ലാതാവോ? അത്താഴ്ചവേലിക്ക് ശേഷം മറ്റു പൂജാതി കർമ്മങ്ങൾക്കൊക്കെ കഴിഞ്ഞ് കണ്ണനെ ഉറങ്ങാൻ വിളിച്ചപ്പോഴേ കണ്ണൻ കയ്യിൽ എന്തോ ഒളിച്ചു പിടിച്ചിരിക്കണു. എന്താ കണ്ണാ, ഇതെന്താ കയ്യിൽ? അതൊന്നുമില്ല. ഇവിടെ വരൂ നോക്കട്ടെ. ഇതെന്താ അത്? കമ്പിത്തിരിയോ? രണ്ട് കൈയും നോക്കട്ടെ. കണ്ണൻ ഒരു കള്ളച്ചിരി. എന്നിട്ട് പറയാ, അതുണ്ടല്ലോ അച്ഛൻ തിരുമേനി, വിഷു കഴിഞ്ഞപ്പോൾ ബാക്കി വന്നതാ ഈ കമ്പിത്തിരിയും മീശപ്പൂവും പിന്നെ കുറച്ച് മത്താപ്പും, അത്രേ ഉള്ളൂ. ഇത് വലിയ ഒച്ചയിലൊന്നും പൊട്ടൂല, കാണാൻ നല്ല രസാ. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ തിരുമേനിയുടെ കൂടെ ഇതൊക്കെ കത്തിച്ചാൽ നല്ല രസാവൂലേ. കുഞ്ഞു കണ്ണൻ്റെ ആഗ്രഹമല്ലേ. വരൂ എന്നാ. കണ്ണന് സന്തോഷമായി. അച്ഛൻ തിരുമേനിയുടെ കയ്യും പിടിച്ച് കണ്ണൻ രുദ്രക്കുളത്തിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ രണ്ടുപേരും കൂടി കമ്പിത്തിരിയും മത്താപ്പും മേശപ്പൂവും ഒക്കെ കത്തിച്ചു. കണ്ണൻ്റെ മുഖം തെളിഞ്ഞു. ആ കുഞ്ഞു മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്ന കണ്ടപ്പോൾ അച്ഛൻ തിരുമേനി മനസ്സിൽ പറഞ്ഞു, ഉണ്ണിക്കണ്ണാ, നിന്റെ ലീലകൾ കണ്ടും അറിഞ്ഞും മനസ്സിന് തരുന്ന ഒരു സന്തോഷവും സമാധാനവും എത്രമാത്രമാണ് എന്ന് ഇന്ന് ഞാൻ അനുഭവിച്ചറിയുന്നു കണ്ണാ. ഏത് വലിയ പ്രതിസന്ധികളിലും എപ്പോഴും കൂടെ ഉണ്ടാവണേ കൃഷ്ണ, കൈവിടാതെ. സർവവും കൃഷ്ണാർപ്പണമസ്തു.